ഞാൻ നോവല് വായിച്ചു ട്ടോ. നോവല് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു. കുട്ടികളുടെ നോവലാണ് എന്നുള്ളതിലുപരി ഒരു എന്താ പറയാ മടുപ്പിക്കാത്ത കഥ പറയുന്ന ഒരു നോവൽ. വായിച്ച തുടക്കത്തിലേ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ ബാക്കി എന്തായി എന്നറിയാനുള്ള ഒരു കൗതുകം ജനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു നോവൽ. ഞാൻ ആദ്യം വിചാരിച്ചത് പുസ്തകം കയ്യിലെടുത്തപ്പോൾ നമ്മളുടെ ബാലസാഹിത്യം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ കാക്കയുടെ പൂച്ചയുടെ ഒക്കെ കഥ പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു നോവലായിരിക്കുമോ, അല്ലെങ്കിൽ അതുപോലുള്ള കുറ്റാന്വേഷണം അങ്ങനെ കണ്ടെത്തുന്ന ഒരു നോവലോ അല്ലെങ്കിൽ നടത്തുന്ന ഒരു നോവലോ ആയിട്ട് അത് കഥ അവസാനിക്കുമോ എന്നൊക്കെയുള്ളൊരു ചിന്തകൾ മനസ്സിലൂടെ പാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വായനയിലുടനീളം ഒരു ബാലസാഹിത്യമായിട്ട് കൺസിഡർ ചെയ്യാതെ വലിയൊരു എന്താ പറയാ പക്വതയുള്ള സംസാരവും വളരെ അച്ചടക്കത്തോടെയുള്ള കുട്ടികളുടെ ശീലങ്ങളും കാര്യങ്ങളും അവരായിട്ട് കണ്ടുപിടിച്ച് തെളിയിക്കുന്ന ഒരു കേസ് പോലെ, ഫൈനലി ആയിട്ട് വിധി അവരായിട്ട് കണ്ടെത്തുന്നത് പോലെ, അവരെ പ്രശംസിക്കുന്നത് പോലെയുള്ളൊരു നോവല് ചെന്നെത്തുന്ന സമയത്ത് നമ്മളിൽ എന്താ പറയാ ഒരുപാട് കൗതുകവും അതുപോലെ വായിക്കുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചിന്തയും കൂടുതലായിട്ട് വരുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ഒറ്റയിരുപ്പിന് വായിച്ചതാണ്. ഒന്ന് മടക്കി വെക്കാൻ പോലും തോന്നാത്ത വിധത്തിൽ അത് എങ്ങനെയെങ്കിലും വായിച്ചു തീർക്കാനാണ് എനിക്ക് ആദ്യം തോന്നിയത്. ചിലപ്പോഴൊക്കെ വായനയിൽ തോന്നിയിട്ടുണ്ട് നമ്മൾ കുട്ടികൾക്ക് ഇത് എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക എന്ന്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ കുറച്ചും കൂടെ മെച്ചുവേർഡായിട്ട് ചിന്തിക്കുകയും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നവരായിട്ട് കൂടിയാണ്. നമ്മളുടെ ഒരു 90 കാലഘട്ടങ്ങളിൽ വരുന്നതിനേക്കാൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പുതിയ പുതിയ കഥകൾ കേൾക്കാനുമാണെന്ന് തോന്നിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാവട്ടെ ഇത്. പുസ്തകമായിരിക്കും ഇത്. കാരണം ഞാനൊരു മുതിർന്ന ഒരാളായിട്ട് കൂടി നമ്മൾ കുട്ടികളുടെ പുസ്തകം വായിക്കുമ്പോൾ അവരുടെ മൈൻഡിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നൊക്കെയാണ് വായനയിൽ നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇത് അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. വലിയവരായിട്ട് തന്നെ ചിന്തിക്കുന്ന സമയത്ത് ഇത് കുട്ടികൾ ചെയ്തതാണോ എന്ന് തോന്നിപ്പിക്കുന്നത് പോലെ അത്രയും എന്താ പറയാ ലളിതമായിട്ട് കഥ പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരാൾ വായിച്ചാലും അതിനെ വളരെ നല്ലൊരു റെസ്പോൺസ് തരും. ഇനി ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിലും ആ കുട്ടികൾ ആ കഥയെ ഉൾക്കൊള്ളും. ഒരു നല്ല ചെറുത് ഒരു 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്കല്ലാതെ ഒരു 6, 7 പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതുന്നു. ഉൽക്ക എന്ന ബാലസാഹിത്യ നോവൽ ഒരുപാട് വായിക്കപ്പെടട്ടെ. അതുപോലെ ഒരുപാട് സാറിന് നല്ല നല്ല നോവലുകൾ എഴുതാൻ സാധിക്കട്ടെ. അതിൽ എനിക്കും നല്ലൊരു വായനക്കാരി ആവാനാവട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ, എനിക്ക് ഈ പുസ്തകം വളരെ സ്നേഹത്തോടെ അയച്ചു തന്നേന്.